ഷെക്കൈന ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിന്ന് ഫിയാത്ത് മിഷൻ്റെ മിഷൻ എക്സിബിഷൻ ഹാളിൽ തൃശ്ശൂരിലെ തലൂരിലെ ജെറൂസലം ധ്യാന കേന്ദ്രത്തിൽ ഇത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ആയിരിക്കുന്നത്. അഭിമന്യ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് നാളെ ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ സ്റ്റോൾ ഇന്ന് തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ, സ്ഥലത്തെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ, പ്രത്യേകിച്ച് CBCA പ്രസിഡൻ്റ് എന്ന നിലയിൽ ഇന്ന് ആശീർവദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മിഷൻ കൺവെൻഷനും ഒപ്പം തന്നെ മിഷൻ എക്സിബിഷനും നടത്തുക. യേശു നൽകിയ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാൻ ഏറ്റവും അധികം സഹായകമായ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ മിഷൻ എക്സിബിഷൻ. ഇപ്പോൾ ഞാനായിരിക്കുന്നത് മണിപ്പൂരിൽ നിന്നുള്ള സ്റ്റോളിൻ്റെ മുമ്പിലാണ്. മണിപ്പൂരിലെ മുൻ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമോൺ 2 മാസം മുമ്പാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത് പുതിയ ആർച്ച് ബിഷപ്പ് ആയത്. അപ്പോൾ മണിപ്പൂരിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ഒപ്പം ഞാൻ അടുത്ത സ്റ്റോള് ഇറ്റാനഗറിലത്തെ സ്റ്റോളാണ്, അവിടേക്കും കടക്കുകയാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അങ്ങോട്ട് നടക്കാൻ. ഇറ്റാനഗർ സ്റ്റോളിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അദ്ദേഹം എന്നെ ഇറ്റാനഗറിൻ്റെ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത്. ഇറ്റാനഗർ ബിഷപ്പ് തന്നെ ഇറ്റാനഗർകാരനാക്കി എന്നെ മാറ്റിയിരിക്കുന്നു. ഇനി ഇതൊരു മിഷൻ എക്സിബിഷൻ ആയതുകൊണ്ട് മിഷനറിയാകാൻ താല്പര്യമുള്ളവർക്കെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഈ വേഷവും കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മിഷനറി എക്സ്പീരിയൻസിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ 60 സ്റ്റാളുകൾ ഇപ്പോൾ ഈ മിഷൻ എക്സിബിഷനിൽ 60 സ്റ്റാളുകളുണ്ട്. ഇപ്പോൾ 2 സ്റ്റാളുകളിൽ മാത്രമേ ഇപ്പോൾ നമ്മളായിട്ടുള്ളൂ. ഈ 60 സ്റ്റാളുകളും വെഞ്ചരിച്ച് കഴിഞ്ഞു. 3 പിതാക്കന്മാർ കൂടിയിട്ടാണ് വെഞ്ചരിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മണിപ്പൂരിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പും ഉണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ എക്സിബിഷനിലേക്ക് എല്ലാ കത്തോലിക്കരല്ലാത്തവരെയും ക്ഷണിക്കുന്നു. എങ്കിലും കത്തോലിക്കരെ പ്രത്യേകമായ വിധത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുകയാണ്. ഈ എക്സിബിഷൻ പ്രചോദനമാകാൻ, ദൈവവചനം സ്വീകരിക്കാനും പ്രഘോഷിക്കാനും പ്രചോദനമാകാൻ കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും, പ്രത്യേകിച്ച് ഷെക്കൈന ടി വിയുടെ പ്രേക്ഷകർക്ക് പ്രത്യേകമായ വിധത്തിൽ ഈ ഫിയാത്ത് മിഷൻ എക്സിബിഷൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവരെയും ഈ എക്സിബിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I am indeed very excited to be here for this Fiat Mission exhibition or mission conference. It's a big event, and in this Jerusalem Retreat Center run by CMI Fathers. Wonderful place, wonderful venue, and big. In fact, this is my second time I am coming for Fiat Mission exhibition, and this time is the biggest, and it's international type. I am very much happy to be here. Your Grace, what do you expect from this 5th great gathering of mission? First of all, I expect that we renew within ourselves the spirit of mission that the Lord commanded us, go preach the gospel to the whole nation. So that's our duty, the command that we receive from the Lord, and that this mission will spur us to do that in a strong way, and very much more in a vigor, and very more motivated we will be after this mission exhibition.
ഞാൻ ആദ്യമായി തന്നെ ഫിയാത്ത് മിഷൻ കോൺഗ്രസ് ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള മിഷണറിമാരായ അച്ഛന്മാരും സിസ്റ്റേഴ്സും അഭിവന്ദ പിതാക്കന്മാരും അതുപോലെ തന്നെ അൽമേരൊക്കെ വന്നുകൂടുന്ന ഒരു സംഗമമാണല്ലോ ഫിയാത്ത് മിഷൻ്റെ ഈ കൂട്ടായ്മ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ മിഷൻ രൂപതയെക്കുറിച്ച് അറിയുവാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ അറിവ് ഈശോയിലുള്ള ആ അറിവ് അഗാധമായ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ ഗ്രേറ്റ് ഗ്യാതറിങ്ങിനെ കാണുന്നത്. ഞാനിവിടെ വന്നു, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവിടെ വന്നു. തീർച്ചയായും നല്ലൊരു അനുഭവമാണ്. കാരണം ഇത് എൻ്റെ 5ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ എല്ലാ എക്സിബിഷനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായും വളരെ പ്രചോദനത്തോടു കൂടിയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഒരു മിഷൻ ചൈതന്യം പകർന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾ തന്നെ മിഷനിലാണല്ലോ. നാഗാലാൻഡ് നോർത്ത് ഈസ്റ്റ് നല്ലൊരു മിഷനാണ്. ആ മിഷൻ്റെ ഒരു പ്രചോദനം ഇവിടെ എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങളിവിടെ എല്ലാ വർഷവും വരുന്നത്. അവിടുത്തെ സിസ്റ്റേഴ്സ് തന്നെയാണ് ഇവിടെയുണ്ട്. എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇവിടെ ആൾക്കാർ വന്ന് ഇത് കണ്ട് ഒരു മിഷൻ സീൽ അവരൊന്ന് ഡെവലപ്പ് ചെയ്യണം. കൊച്ചു തെരേസ പറഞ്ഞ മാതിരി മിഷൻ ഈസ് നോട്ട് ഓൺലി ഗോയിങ് ടു ദ മിഷൻ ബട്ട് സ്റ്റേയിങ് വിതിൻ ദ വാൾ ഓഫ് ദാറ്റ് കോൺവെൻറ്റ് 4 മതിലിന് ഇടയ്ക്ക് നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് ഒത്തിരി മിഷൻ കൺവേർഷൻ ഉണ്ടാക്കിയ ഒരാളാണ്. അതാണ് മിഷൻ, റിയൽ മിഷൻ. എല്ലാവരും മിഷൻ സ്ഥലത്ത് പോകണമെന്നില്ല, ഇവിടെ തന്നെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അതിനുള്ള അനുഗ്രഹം, അതിനുള്ള പ്രചോദനങ്ങൾ കൊടുത്ത് എല്ലാവരെയും സഹായിക്കുക. അതാണ് ഒരു മിഷൻ. സോ missionary need not be in the mission land, but in the local home he can be a missionary, and we are called to be a missionary wherever we are. This is my expectation, my hope that this exhibition will give an impetus to continue the mission of Jesus, because Jesus has told us we are sent as missionaries throughout life. As Pope Francis would say, we are strengthened in our faith when we share our faith. That's our mission. May God bless. തൃശൂർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലാണ് ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ നടത്തപ്പെടുന്നത്. വൈകിട്ട് 5 മണിക്ക് ഇറ്റാനഗർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ബെന്നി വർഗീസ് ഇടത്തട്ടയിൽ മുഖ്യ കാർമ്മികനായി അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് പന്തൽ വെഞ്ചരിപ്പ് കർമ്മം നടത്തപ്പെട്ടത്. യേശുവിന് സാക്ഷ്യം നൽകുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാം. എങ്കിലും ഒരു പ്രശ്നങ്ങളും യേശുവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കരുതെന്ന് വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ ബിഷപ്പ് ബെന്നി വർഗീസ് വ്യക്തമാക്കി. ശേഷം മിഷൻ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നവർ ഹിന്ദിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പന്തൽ വെഞ്ചരിപ്പ് കർമ്മം CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. 60ഓളം സ്റ്റോളുകളാണ് ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷനിൽ തങ്ങളുടെ മിഷൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നത്. ഓരോ സ്റ്റാളുകളും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചരിപ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം വെഞ്ചരിച്ചു. നാഗാലാൻഡ് കോഹിമ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് തോപ്പിൽ, ഇറ്റാനഗർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ബെന്നി വർഗീസ്, മണിപ്പൂർ മുൻ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡൊമിനിക് ലൂമൻ എന്നിവർ സഹകാർമ്മികരായി. വിവിധ മിഷൻ മേഖലകളിൽ നിന്നുള്ള പിതാക്കന്മാരും മിഷൻ പ്രവർത്തകരും വരുന്ന 5 ദിവസങ്ങളിൽ നടക്കുന്ന ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷനിൽ പങ്കെടുക്കാനായി ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളായിരിക്കുന്ന മിഷൻ മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പോകുന്ന മിഷൻ എക്സിബിഷന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മിഷൻ മേഖലയിൽ നിന്നെത്തിയ മിഷൻ പ്രവർത്തകർ. ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷനിൽ പങ്കെടുക്കാനായിട്ടുള്ള എല്ലാ സ്റ്റാളുകളും അവസാനഘട്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ബിഷപ്പുമാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അൽമായ മിഷണറി പ്രവർത്തകരാണെങ്കിൽ കൂടി അവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാമറാമാൻ ജെയ്വിനൊപ്പം അനു തങ്കച്ചൻ, ഷെക്കിന ന്യൂസ്.